ഫ്രണ്ട്സ് ദാ ഈ കാണുന്ന ഈ കോട്ടയ്ക്കകത്തൂടെയാണ് നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്നത്. ഫ്രണ്ട്സ് നമ്മളിപ്പം എൻ്റെ ചെറുപ്പം മുതലുള്ളൊരു ആഗ്രഹം സാധിക്കാൻ പോവുകയാണ്. ഞാൻ പണ്ട് ഈ ഫോട്ടോകളിലും ടി വിയിലും മാത്രം കണ്ടുള്ള സ്ഥലമാണ് താജ്മഹൽ. അപ്പോൾ ഡൽഹിയിൽ ഇൻറ്റേൺഷിപ്പിന് വന്നപ്പോഴത്തേക്കും താജ്മഹൽ ഞാൻ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള വീഡിയോ ആണ് ഗൈസ് ഇത്. ഞാൻ കപ്പലണ്ടി ഇരുന്നോണ്ടിരിക്കുകയായിരുന്നു. എന്നാ മാളു ഇങ്ങനെ സംസാരിക്കുന്നു? അണ്ടി പോയി അണ്ണൻ. ഇവിടെ അത്രയും മൂത്രം നാറ്റമാണ് ഗൈസ്. തൊലിഞ്ഞ വണ്ടി കാണിച്ചു കൊടുക്കണം. മൂത്രം ലീക്ക് കിടക്കുന്നത്. അങ്ങനെ ഒരു അബദ്ധം പറ്റി. നമുക്ക് തിരിച്ചു വല്ല ക്യാബിനും പോവാം. നീണ്ട ക്യൂ ഉണ്ടോ ഗൈസ്? രാവിലെ തുടങ്ങിയപ്പോൾ ഉള്ള ക്യൂ ആണിത്. ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അല്ലാത്ത സമയത്തുള്ള ക്യൂ ഒന്ന് ആലോചിച്ചോ. ഫ്രണ്ട്സ്, ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. നമ്മളിവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. നമ്മൾ ഓൾറെഡി ഓൺലൈൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. എങ്ങനെയാണ് കയറേണ്ടതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഫ്രണ്ട്സ്, സമയം കഴിയുന്നതോറും തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ 7 വണ്ടേഴ്സിൽ ഒന്നായ ദ താജ്മഹൽ, ദ ഗ്രേറ്റ് താജ്മഹൽ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകണം ഗൈസ്. ആ ബ്ലോഗാണിത്. ഫ്രണ്ട്സ്, ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വീക്കെൻഡ് ഡേയ്സ് ഒരിക്കലും ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. നിങ്ങൾ വെറുത്തു പോവും. ശനി ഞായറൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പം തന്നെ ഭയങ്കര തിരക്കാണ്. രാവിലെ വരുമ്പോൾ ഒരു നീണ്ട ക്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ, അതുപോലെ ആയിരിക്കും. അതുകൊണ്ട് വീക്കെൻഡ് ഡേയ്സ് ഒരിക്കലും പ്ലാൻ ചെയ്ത്. പിന്നെ ഫ്രൈഡേയ്സ് ഇവിടെ അവധിയായിരിക്കും. എല്ലാ ഫ്രൈഡേയും താജ്മഹൽ അടച്ചിട്ടേക്കും. സോ ബാക്കിയുള്ള ദിവസങ്ങളിൽ വരാൻ പ്ലാൻ ചെയ്യുക. അപ്പോൾ തിരക്കും കുറവായിരിക്കും. നിങ്ങൾക്ക് ആരും ഇല്ലാത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സമയമായിരിക്കും. അതിരാവിലെ 5:30 ഇവിടെ എത്താൻ നോക്കുക. 5:30 ആകുമ്പം തന്നെ ഇവിടെ തുറക്കും. അപ്പോൾ എത്താൻ നോക്കുക. എവിടെയാ താജ്മഹൽ? ഇത് കണ്ടോ ഗൈസ്, രാവിലെ എൻ്റെ സ്പെഷ്യൽ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും. വീഡിയോ ഒക്കെ എടുക്കാൻ. റീലെടുക്കണ്ടേ മാളു? റോസിനെ കണ്ടില്ല എൻ്റെ മോനെ. റെഡ് ഫോർട്ടിന് പറ്റിയ ഫ്രണ്ട്സ്, ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 50 രൂപയല്ലടാ. ടിക്കറ്റ് വില എത്രയാ? ടിക്കറ്റ് വില 45. ഓൺലൈൻ എടുത്താൽ അല്ലാതെ ഒന്ന് എടുത്താൽ 50 രൂപ. സോ ഓൺലൈനിൽ എടുക്കുകയാണെങ്കിൽ 45 രൂപ. ഇവിടെ ഡയറക്റ്റ് ഒന്ന് എടുക്കുകയാണെങ്കിൽ 50 രൂപ. നിങ്ങൾ ഓൺലൈൻ എടുക്കുന്നതായിരിക്കും നല്ലത്. മാത്രമല്ല, നമുക്ക് താജ്മഹലിന് പുറത്ത് വിസിറ്റ് ചെയ്യണം വെറും 45 രൂപ. താജ്മഹലിനകത്ത് കയറണമെങ്കിൽ എക്സ്ട്രാ 200 രൂപ കൊടുക്കേണ്ടി വരും. അതായത് ശവകുടീരമൊക്കെ കാണണമെങ്കിൽ എക്സ്ട്രാ 200 രൂപ കൊടുക്കേണ്ടി വരും. എല്ലാം കൂടി 245 രൂപ. ഫ്രണ്ട്സ്, അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇതാണ് എൻട്രൻസ്. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നു. അതിനകത്തൂടെയാണ് ഗൈസ് നമ്മുടെ ഗ്രേറ്റ് താജ്മഹൽ. ഇവിടുന്ന് എൻ്റെ മുകൾ ഭാഗം കാണാൻ പറ്റും. എൻ്റെ മോനെ എന്നാ ഭംഗിയാ. പോയി നോക്കാം ഗൈസ്. ഫ്രണ്ട്സ്, ദാ ഈ കാണുന്ന ഈ കോട്ടയ്ക്കകത്തൂടെയാണ് നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ഇവിടെ നിന്ന് കാണുന്നത് എന്നാ ഭംഗിയാണെന്നറിയോ? നമുക്ക് കയറി നോക്കാം. ഇവിടെ നിന്ന് എന്നാ ഭംഗിയാ ഗൈസ്. ഈ സ്വർഗത്തിലൊക്കെ ഉള്ള ബിൽഡിങ് പോലെ ഇരിക്കുന്ന സാധനം. രാവിലെ നല്ല മഞ്ഞ് നിറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. യാ മോനെ, കണ്ടോ ഗൈസ് എന്നാ ഭംഗിയാന്ന്. ക്യാമറ കൂടെ കാണാൻ തന്നെ എന്നാ ഭംഗിയാന്ന് കണ്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ നേരിട്ട് കാണണമെന്ന് ആലോചിക്കും. കൊള്ളല്ലേ? സൂര്യനൊന്നും വന്നോട്ടെ. ഇതുവരെ സൂര്യൻ വന്നിട്ടില്ല. അപ്പുറത്ത് ഗേറ്റുകളില്ലേ കാണും. അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. എന്തായാലും സൂര്യൻ How was it? Nice.
അയ്യോ എന്നിട്ടാ പോണേ നമ്മ തന്നെയാണോ വേണമെന്ന് അങ്ങോട്ട് നോക്ക്. എനിക്ക് ഈ സാധനത്തിന് മൂവ്മെന്റ്സ് ഇതുവരെ മനസ്സിലായി. നിന്നെയാ കാണുന്നപ്പോ അടിപൊളി. നമുക്ക് വോയിസ് ഓവർ ചെയ്താലോ ഇപ്പൊ. ഗൈസ് ഇവിടെ കുറെ ആൾക്കാർ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്നുണ്ട്. റോസ് ഫോട്ടോ എടുത്തോ? അവര് പറ്റിപ്പാണ്. കണ്ടോ ഗൈസ്, ദാറ്റ്സ് താജ്മഹൽ. ഷാജഹാൻ ബിൽഡ് ഇറ്റ് ഫോർ മുംതാസ് എ മെമ്മോറിയൽ. ഫ്രണ്ട്സ്, അപ്പൊ എന്റെ കൊച്ചിലേമുള്ള ആഗ്രഹമായിരുന്നു താജ്മഹൽ കാണാനുള്ളത്. നല്ല ഭംഗിയാണ് ഗൈസ്. ക്യാമറയിൽ നിങ്ങൾക്ക് ഇത്രയും മനോഹരമായിട്ട് കാണാമെങ്കിൽ നേരിട്ട് കാണുന്ന എന്റെ അവസ്ഥ നൽകുകയാണ്. ഫ്രണ്ട്സ്, ഈ വെയിലടിച്ചിട്ട് ഈ മാർബിൾ തിളങ്ങുമ്പോൾ ഉള്ള ഒരു ഭംഗി നേരിട്ട് കാണുമ്പം പ്രത്യേക ഭംഗിയാണ് ഗൈസ്. ക്യാമറയിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ താജ്മഹലിന്റെ തൊട്ട് താഴെ എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ എത്തിയപ്പോൾ തന്നെ കാണാൻ പറ്റും മൊത്തം മാർബിളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ലോകത്തിലെ മഹാ അത്ഭുതമാണ് ഗൈസ് നമ്മൾ ഈ കാണുന്നത്. എൻ്റെ മോനെ, താജ്മഹൽ നമ്മൾ ഇതുവരെ സാധാരണ 50 രൂപയ്ക്ക് 45 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ അതിനകത്ത് കയറ്റുള്ളൂ. ഇവിടെ ഒന്ന് എടുക്കണമെങ്കിൽ 50 കയറ്റുള്ളൂ. ഇതിനപ്പുറം അകത്തോട്ട് പോകണമെങ്കിൽ 200 രൂപയ്ക്ക് നമ്മൾ വീണ്ടും ടിക്കറ്റ് എടുത്ത് താജ്മഹലിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റും. ഞാനിപ്പോൾ ഡൽഹിയിലുള്ള കുറേ ടോംബുകളും മറ്റേ കുത്തബ് മിനാറൊക്കെ സന്ദർശിച്ചിട്ട് വന്നതുകൊണ്ട് എനിക്ക് അകത്തോട്ട് ഇങ്ങനെ വലിയ താല്പര്യം തോന്നുന്നില്ല. വൺസ് ഇൻ എ ലൈഫ് ടൈം എങ്കിലും കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ഗൈസ് താജ്മഹൽ. ഫ്രണ്ട്സ്, ഇതാണ് താജ്മഹലിൻ്റെ സൈഡ് വ്യൂ. നമ്മുടെ ലിജോ നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെയുണ്ട് ലിജോ താജ്മഹൽ? അടിപൊളി. എന്താണ് താജ്മഹലിനെ പറ്റി പറയാനുള്ളത്? ഇഷ്ടപ്പെട്ടു. മാളുവിനോ? മാളും കിടിലം കോസ്റ്റ്യൂമിലൊക്കെയാണ് വന്നിട്ടുള്ളത്. ഔട്ട്ഫിറ്റാണ് ഇഷ്ടപ്പെട്ടത്, താജ്മഹലാണ് ഇഷ്ടപ്പെട്ടത്? എല്ലാം ഇഷ്ടപ്പെട്ടു. നൈസ്. ടിൻറ്റുമോൻ ജോക്സ് പറയട്ടെ. ഷാജഹാൻ മുംതാസിന് താജ്മഹൽ കെട്ടി. പൃഥ്വിരാജ് മീര ജാസ്മിന് സ്വപ്നക്കൂട് കെട്ടിക്കൊടുത്തു. ഞാൻ നിനക്ക് വേണ്ടി ഒരു പട്ടിക്കൂട് കെട്ടിത്തരാം. ശരി, ഞാൻ എന്ത് ചെയ്യണം പറ. ഒന്നും ചെയ്യണ്ട. ഫ്രണ്ട്സ്, രാവിലെ കഴിഞ്ഞ് ഒരു 8-9 മണിയാകുമ്പോൾ തന്നെ ഇവിടെ നേരെ നല്ലപോലെ വെളുത്തു തുടങ്ങും. സൂര്യൻ വരും. അപ്പോഴത്തേക്ക് നല്ലപോലെ വെയിൽ കാണും. ആ സമയത്തെങ്ങാനും താജ്മഹൽ വിസിറ്റ് ചെയ്യാൻ കയറി വന്നു കഴിഞ്ഞാൽ ഉച്ചം തലയിൽ വെയിലടിക്കും ഗൈസ്. കിറങ്ങി വീഴുമെന്ന് ഞാൻ പറയണ ഗ്യാരണ്ടി. അതുകൊണ്ട് അതിരാവിലെ വന്ന് താജ്മഹൽ കണ്ടിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതം. വെയിൽ നന്നായിട്ട് അടിച്ചു തുടങ്ങി. നമ്മൾ നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ വലിയൊരു ആഗ്രഹമായ താജ്മഹൽ വിസിറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം സാധിച്ചിട്ടുണ്ട്. ജോയൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവനൊക്കെ അകത്ത് കയറി ഗൈസ്, താജ്മഹലിൻ്റെ അകത്ത് കയറി. അകത്തെങ്ങനെ ഉണ്ട്? അകം വലിയ പുറത്തുനിന്ന് കാണുന്ന പോലെ തന്നെയുള്ളു. അകത്ത് വലിയ സംഭവങ്ങളൊന്നുമില്ല. മറ്റേ ഈ അവരുടെ മറ്റേ കബറില്ലേ, കബർ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. ഇങ്ങനെ ഒരു വേലി പോലൊരു സംഭവം കെട്ടി അതിനകത്ത് വെച്ചേക്കാണ്. മാർബിൾ രസമുണ്ട് കാണാം. അകം നമുക്കിങ്ങനെ കയറിയെന്ന് പറയാം, അത്രേ ഉള്ളൂ. വലിയ സംഭവം കാര്യമായിട്ടൊന്നുമില്ല. പുറത്തുനിന്ന് തന്നെയാണ് ഭംഗി. മാത്രമല്ല ഗൈസ്, ഞാൻ കയറാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ സമ്മതിക്കൂല. അകത്ത് കയറി കഴിഞ്ഞാൽ അലൗഡ് അല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ തീരെ അകത്ത് കയറാൻ മടിച്ചത്. ജസ്റ്റ് ഒരു മൃതദേഹം അടക്കാനായിട്ട് വേണ്ടിയാണ് ഇത്രയും വലിയൊരു കൊട്ടാരം പോലെ പുള്ളി പണിതിട്ടേക്കുന്നത്. അപ്പോൾ ഷാജഹാനും മുംതാസിനോടുള്ള പ്രണയം, 4ാമത്തെ ഭാര്യ എന്തോ അല്ലേ പുള്ളിക്കാരൻ ഇത്രയും ഭാര്യ ഉണ്ടായിട്ട് ഇതിനെപ്പറ്റി ഒരുപാട് ഇതുണ്ട് ഗൈസ്, സ്റ്റോറികളുണ്ട്. അണ്ടർഗ്രൗണ്ടിൽ കുറേ സെല്ലുകളുണ്ട്. അതിനകത്ത് ഹിന്ദു ദേവനായ ശിവന്റെ പ്രതിമ ഉണ്ടെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇതിന് ഓപ്പോസിറ്റായിട്ട് ഷാജഹാൻ വേറൊരു കറുത്ത മാർബിൾ കൊണ്ട് ഒരു താജ്മഹൽ പണിയാൻ വേണ്ടി നോക്കി. പക്ഷെ അത് സമയം കാരണം നടന്നില്ല. അതിന് മുമ്പ് ഷാജഹാൻ മരിച്ചുപോയെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കറിയില്ല ഇതിനെപ്പറ്റി. Like, comment, and subscribe.